നമസ്കാരം. ഇതുപോലെ വളവുകള് എങ്ങനെയാണ് കൃത്യമായിട്ട് ഒരു വാഹനം ഓടിക്കേണ്ടതെന്നുള്ള വലിയ ഡീറ്റെയിൽ ആയ ഒരു കാര്യം ഞാൻ പല പല വീഡിയോയിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇന്ന് ക്ലാസ് നടക്കുന്നത് ഈ സ്ഥലത്തിന്റെ പേരെന്താ? കൊടപ്പനക്കുന്ന്. ഏതാ ജില്ല? തിരുവനന്തപുരം ജില്ലയിലെ കൊടപ്പനക്കുന്ന് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ വാഹനം ഓടിക്കണമെന്ന് അതിയ ആഗ്രഹമാണ്. ഇങ്ങനെ വാഹനങ്ങളൊക്കെ ഓടിക്കുന്നത് കാണുമ്പോൾ നല്ല അതിയ ആഗ്രഹമാണ്. പക്ഷെ തനിയെ വാഹനം ഓടിക്കാൻ പേടി. ഇതുപോലെ ടേണിങ്ങുകള്, അതുപോലെ തന്നെ ഓപ്പോസിറ്റ് ഒരു വാഹനം വരുമ്പോൾ, അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡിൽ കിടക്കുന്ന വാഹനമായിട്ട് ജഡ്ജ് ചെയ്യാൻ കഴിയുന്നില്ല, അതുപോലെ തന്നെ ഗിയർ ഏതാണെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നില്ല, അതുപോലെ ആക്സിലേറ്റർ എത്രയും കൊടുക്കണം, ബ്രേക്ക് എത്രയും കൊടുക്കണം, സ്റ്റിയറിംഗ് എത്ര തിരിക്കണം, ഇങ്ങനെയുള്ള സംശയങ്ങളൊക്കെയാണ് നിങ്ങൾക്കും വാഹനം ഓടിക്കണമെന്ന് അതിയായ ആഗ്രഹമാണ്. അങ്ങനെയുള്ളവരാണെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾ കേരളത്തിന്റെ ഏത് ജില്ലയിലായിരുന്നാലും നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നൽകുന്നുണ്ട്. നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്റെ വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാം. ഇതൊരു വൺ ഡേ ട്രെയിനിങ് ക്ലാസ് ആണ്. ഈ ഒരു ക്ലാസ് നിങ്ങൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന ദിവസം മുതൽ തനിയെ വാഹനം ഓടിക്കുവാനുള്ള ട്രിക്കുകളും ടിപ്സുകളുമാണ് ഞാൻ ഈ ഒരു ക്ലാസ്സിലൂടെ പറഞ്ഞു തരുന്നത്. ഈ ഒരു ട്രിക്കും ടിപ്സും നിങ്ങൾ പഠിച്ചിരുന്നു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നിങ്ങൾക്കൊരു വാഹനം ഓടിച്ചിരിക്കും. കാരണം ഞാനത് വീഡിയോയിലൂടെ പറഞ്ഞാൽ നിങ്ങൾക്ക് അത് മനസ്സിലാകില്ല. കാരണം പലർക്കും പല പല മിസ്റ്റേക്കുകളാണ്. ആ ട്രിക്കും ടിപ്സും മനസ്സിലാക്കിയാൽ മാത്രമേ, കാരണം ഈ ആള് എന്നെ വിളിച്ചത് ആ ട്രിക്കും ടിപ്സും മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. എനിക്ക് മെസ്സേജ് വിട്ടാണ് എന്താണ് ആ ട്രിക്ക് എന്ന് പറയാമോ. കാരണം ആ ട്രിക്ക് ഞാൻ വീഡിയോയിലൂടെ പറഞ്ഞു കഴിഞ്ഞാൽ, കാരണം പലർക്കും പല പല മിസ്റ്റേക്കാണ്. അതല്ലേ? ശരിയല്ലേ? എന്നോട് പറഞ്ഞ മിസ്റ്റേക്ക് ആണോ? ആണോ? എന്നോട് ഇങ്ങോട്ട് വന്നപ്പോ ഞാൻ എന്താ മിസ്റ്റേക്ക് എന്ന് വെച്ചപ്പോ എന്നോട് പറഞ്ഞ മിസ്റ്റേക്ക് ആണോ? നമുക്ക് ആണോ? അതാണോ ഞാൻ പറഞ്ഞില്ല? അതല്ലെന്നല്ലേ പറഞ്ഞേ? ആ മിസ്റ്റേക്ക് ആണോ? അല്ല. അപ്പൊ പലർക്കും പല പല മിസ്റ്റേക്കാണ്. കാരണം നമ്മൾ ഓരോരുത്തർക്കും നമ്മളെ ഓരോ മിസ്റ്റേക്കുകൾ നമ്മൾ ഇതാണെന്നൊക്കെ നമ്മൾ മനസ്സിലാക്കി വെക്കും. പക്ഷെ ആ മിസ്റ്റേക്ക് അല്ലായിരിക്കും. അല്ലേ? അപ്പൊ എന്നോട് പറഞ്ഞ മിസ്റ്റേക്ക് ആണോ? നമുക്ക് അല്ല. അപ്പൊ ഞാൻ അങ്ങോട്ട് ചോദിച്ചു എന്താണ് മിസ്റ്റേക്ക്. എന്നോട് ഇങ്ങോട്ട് കുറെ മിസ്റ്റേക്കുകൾ പറഞ്ഞു. ഞാൻ പറഞ്ഞു ആ മിസ്റ്റേക്ക് അല്ല, ഞാൻ അത് തെളിയിക്കും. അല്ലേ? ഞാൻ പറഞ്ഞില്ലേ? അത് ആ മിസ്റ്റേക്കും നമ്മൾ മനസ്സിലാക്കിയാൽ, എന്താണ് മിസ്റ്റേക്ക് എന്ന് മനസ്സിലാക്കിയാൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ. ഇതുപോലെ, അതാണ് ഈ ലൈവായിട്ട് ഇടുന്നത്. ഇതുപോലെ നമുക്ക് ഫ്രീ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ഒരു വണ്ടി ഓടിക്കാൻ കഴിയത്തുള്ളൂ. കാരണം പ്രത്യേകിച്ചാണ് ഇങ്ങനൊക്കെ വാഹനങ്ങൾ ഒരുപാട് കിടക്കുന്ന സമയത്താണ് പലർക്കും ബുദ്ധിമുട്ട്. എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. കാരണം ഇതുപോലെ ഇടുങ്ങിയ സ്ഥലത്താണ്, സ്പേസ് കുറവാണ്. ഇതുപോലെ നിൽക്കുന്ന സമയത്ത് കൂടുതൽ എന്ത് ചെയ്യും, ആ വണ്ടികൾ നമുക്ക് വെപ്രാളം തെറുതി വരുമ്പോൾ എന്ത് ചെയ്യും, ലെഫ്റ്റിലോട്ടോ റൈറ്റോട്ടോ ഒക്കെ തിരിച്ചു കളയും. അതുപോലെ തന്നെ വണ്ടി സ്ലോ ആക്കാനും ബുദ്ധിമുട്ടുകൾ വരുന്നത്. ഞാൻ ആ മിസ്റ്റേക്ക് എന്താണെന്ന് മനസ്സിലാക്കി കൃത്യമായിട്ട് പഠിപ്പിച്ച് പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കി കഴിഞ്ഞിട്ടാണ് ഞാൻ ഇതുപോലെ ലൈവായിട്ട് തന്നെ ഇടുന്നത്. അപ്പം ഇനി ട്രിക്കുകൾ നമുക്ക് മനസ്സിലാകാത്തതുകൊണ്ട്, ആ ട്രിക്ക് എന്താണെന്നോ ആ മിസ്റ്റേക്ക് എന്താണെന്നോ ടിപ്സ് എന്താണെന്നോ മനസ്സിലാക്കാത്തതുകൊണ്ടാണ് നമുക്ക് പേടികളും. നമ്മളെ ഒരു 5-6 ക്ലാസ് നമ്മൾ അറ്റൻഡ് ചെയ്തെന്ന് പറഞ്ഞുകൊണ്ടും കാര്യമില്ല. പിന്നെ നമ്മൾ ഇത്ര നാൾ കൊണ്ട് വണ്ടി ഓടിക്കുന്നു എന്ന് പറഞ്ഞാലും കാര്യമില്ല. ഉണ്ടോ? അപ്പൊ നമുക്ക് ആ മിസ്റ്റേക്കുകൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് വളരെ എളുപ്പത്തിൽ എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്കും വാഹനം ഓടിക്കാൻ കഴിയുന്നതാണ്. കാരണം ഇതുപോലൊക്കെ വണ്ടികൾ ഒരുപാട് വണ്ടികളെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ലെഫ്റ്റ് സൈഡ് ഇതുപോലെ കിടക്കുന്ന സമയത്ത് കേട്ടോ, അപ്പൊ ഒരു വണ്ടി ഓപ്പോസിറ്റ് വരുന്നു. അപ്പൊ ഇങ്ങനെ വരുന്ന സമയത്തും പലർക്കും മിസ്റ്റേക്കാണ്. അപ്പം ഇവിടുത്തെ വണ്ടിയെ നോക്കണോ അവിടുത്തെ വണ്ടിയെ നോക്കണോ, ഏത് വണ്ടിയാണ് നമ്മൾ കെയർ ചെയ്യേണ്ടത്, അതായത് ഈ വണ്ടിയെ തട്ടുന്നുള്ള പേടി അല്ലെ, അതേപോലെ തന്നെ ഈ വണ്ടി കെയർ ചെയ്യുമ്പോൾ ആ വണ്ടി തട്ടുമെന്നുള്ള പേടി. അപ്പൊ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ. അതുപോലെ തന്നെ ഇതുപോലെ വാഹനങ്ങൾ ഓവർടേക്ക് ചെയ്തു പോകുമ്പോൾ, ഈ ഓവർടേക്ക് ചെയ്തു പോകുമ്പോൾ ഈ ബൈക്കിൽ നിന്ന് വരുന്ന വണ്ടി നമ്മളെ തട്ടിപ്പോകുന്ന പോലെ തോന്നും. പലർക്കും ആ ഒരു മിസ്റ്റേക്കാണ്. ഈ ഒരു വീഡിയോ കാണുന്ന 90% ആൾക്കാർക്കും അതാണ്, ഈ ബൈക്കിൽ നിന്ന് വരുന്ന വണ്ടി നമ്മളെ തട്ടും എന്നുള്ള പേടിയാണ്. അപ്പൊ ഒരു കാരണവശാലും നമ്മളെ ബൈക്കിൽ നിന്ന് വരുന്ന വണ്ടി നമ്മളെ തട്ടാതിരിക്കാനുള്ള കാരണം എന്താണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു സംശയങ്ങളും ആ ഒരു പേടികളൊക്കെ മാറുന്നതാണ്. ഇത് നമ്മൾ ഊണിനല്ല കാര്യമാണോ. കാരണം എന്നോട് പറഞ്ഞു വന്ന സമയത്ത് ഇതുപോലെ ഓണേന്ന് കൈ എടുക്കത്തില്ലായിരുന്നു. അപ്പം ഞങ്ങളെ പഠിപ്പിക്കണം, വളവിന് ഒരു ഓൺ അടിക്കണം എന്നാണ് പറഞ്ഞുകൊണ്ടാണെന്ന്. ഇപ്പം ഞാൻ ഇത്രയും നേരം വണ്ടി ഓടിപ്പിച്ചിട്ടും വളവുകളിലൂടെ തന്നെ വണ്ടി ഓടിപ്പിച്ചിട്ടുണ്ട്, ഇതുവരെ ഓൺ അടിച്ചില്ല. അടിച്ചോ? അപ്പൊ ഓണിലാണോ കാര്യം? അതെന്താണ് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ, കാരണം നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഓണിലല്ല അവിടെ കാര്യം. കാരണം പലരും കഴിഞ്ഞ വർക്ക് ഞാനൊരു വീഡിയോ ചെയ്തപ്പോൾ അതിനകത്ത് ഒരു മെസ്സേജ് കണ്ടു, ഓൺ അടിക്കാനൂടെ പഠിപ്പിച്ചു കൊടുക്കാനും പറഞ്ഞുകൊണ്ട്. ഞാനിപ്പോ ഓൺ അടിക്കാൻ വേണ്ടി ഞാൻ പഠിപ്പിച്ചു കൊടുക്കേണ്ട കാര്യമില്ല. നമ്മൾ വണ്ടി ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ പഠിപ്പിച്ചു കൊടുത്താൽ ആവശ്യമുണ്ടോ അല്ല ഇല്ലയോ എന്നുള്ളത് അവർ തന്നെ എന്ത് ചെയ്യും, മനസ്സിലാക്കി എന്ത് ചെയ്തോളൂ. അല്ലാതെ ഞാനിപ്പോ ഓൺ അടിക്കാനോ ഒരു ഇൻഡിക്കേറ്റർ ഇടാനോ അല്ലെങ്കിൽ ഒരു സീറ്റ് ബെൽറ്റ് ഇടാനോ അല്ല പഠിപ്പിക്കേണ്ടത്. ഒരു വണ്ടിയെ കയറി ഇരുന്നിട്ട് വണ്ടി എടുക്കാൻ പഠിപ്പിച്ചു കഴിഞ്ഞാൽ എടുക്കോ അല്ലേ, സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യാം, നമുക്കൊരു വണ്ടി ഓടിക്കാൻ കഴിയുന്നത്. കാരണം
പലരുടെ മിസ്റ്റേക്കുകൾ ഇതൊക്കെയാണ്. കാരണം ഓൺ അടിക്കുക, അതുപോലെ തന്നെ സീറ്റ് ബെൽറ്റ്, അതുപോലെ തന്നെ ഇൻഡിക്കേറ്റർ. കാരണം ഈ ഒരു കാര്യങ്ങളാണ് എല്ലാവരും പഠിച്ചു വെച്ചിരിക്കുന്നത്. കാരണം ഇതാണല്ലോ ഒരു ഡ്രൈവിങ്ങിന്റെ മെയിൻ എന്ന് പറഞ്ഞുകൊണ്ടാണ്. നമ്മളൊരു വണ്ടി എടുക്കാൻ കൃത്യമായിട്ട് നമ്മൾ പഠിച്ചിരിക്കണം. അല്ലാതെ നമ്മൾ സീറ്റ് ബെൽറ്റ് ഇടാനും നമ്മളല്ലാതെ ഇൻഡിക്കേറ്റർ ഇടണം, അതൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പം സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യുന്ന ചെയ്തു പോകുന്ന അല്ലേ. ഇപ്പൊ ഈ സ്ഥലത്തിന് പേരെന്താ? പേരൂർക്കട. ഞാൻ കഴിഞ്ഞ എന്റെ മുമ്പലത്തെ ആഴ്ച ഇതുപോലെ ഇവിടെ ഈ ഒരു സ്ഥലത്ത് വന്നായിരുന്നു. ഇതുപോലെ ആ പേരൂർക്കട എന്ന് പറഞ്ഞ സ്ഥലത്ത് ഞാൻ ക്ലാസ്സിന് വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പൊ നേരെ എങ്ങോട്ടാ പോന്നെ? പറ്റിയിലോട്ട്. അപ്പൊ ഇപ്പൊ പേരൂർക്കട ജംഗ്ഷനാണ്. അപ്പൊ ഈ ജംഗ്ഷൻ വരുവാണല്ലേ, ഇതുപോലെ കുറെ വണ്ടികൾ ഫ്രണ്ടില്, അതുപോലെ തന്നെ സിഗ്നലുകൾ വരുന്ന സമയത്ത് ഇവിടെയൊക്കെ കണ്ടില്ല. നമ്മളിപ്പോ ലൈവായിട്ടാണ് ഈ വീഡിയോ ഇടുന്നത്. കാരണം ഈ വണ്ടി ഓടിക്കുന്ന കണ്ടോണ്ടിരുന്നു കഴിഞ്ഞാൽ ഇപ്പൊ പലർക്കും തോന്നാം നേരത്തെ എക്സ്പീരിയൻസ് ആയിട്ട് വണ്ടി ഓടിച്ചോണ്ടിരുന്ന ആളാണ്, തോന്നില്ലേ? പക്ഷെ അവരുടെ മിസ്റ്റേക്കുകൾ നമ്മൾ മനസ്സിലാക്കി കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെ നിങ്ങൾക്കും തോന്നും. അവരുടെ മിസ്റ്റേക്കുകൾ മനസ്സിലാകാത്തതുകൊണ്ടാണ് ആർക്കും ഓടിക്കുന്നത്. നിങ്ങൾക്ക് ഇതുപോലെ തന്നെ ഓടിക്കാൻ കഴിയും. അപ്പൊ ആ മിസ്റ്റേക്കുകൾ മനസ്സിലാകാത്തതുകൊണ്ടാണ് ഓടിക്കാത്തത്. ഇപ്പൊ ഈ സിഗ്നലുകളിൽ വരുന്ന സമയത്ത് ഇതുപോലെ പലരും ഇതുപോലെ ഒരുപാട് ജംഗ്ഷനുകളിൽ വരുന്ന സമയത്ത് ഒരുപാട് വണ്ടികൾ കാണുന്നുണ്ട്, പേടി. കാരണം ഫ്രണ്ടിൽ ഒരുപാട് വണ്ടി, എനിക്ക് നിർത്താൻ കൃത്യമായിട്ട് അറിയുന്നില്ല, വണ്ടി ഇടിക്കും തട്ടും എന്നുള്ള പേടിയാണ്. അപ്പൊ കൃത്യമായിട്ട് എന്താണ് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ആ പേടികളാണ്. ഇപ്പൊ സിഗ്നൽ കിടക്കുകയാണ്, ഇപ്പൊ സിഗ്നൽ വിട്ടു, നമ്മുടെ വണ്ടി ചെയ്യാനുള്ളതെല്ലാം ചെയ്ത് വെച്ചാൽ എന്ത് ചെയ്യാം, നമ്മള് ഇപ്പൊ ആ ജംഗ്ഷനാണ്. അപ്പൊ ലെഫ്റ്റോട്ട് റോഡ്, അതുപോലെ തന്നെ റൈറ്റോട്ട് റോഡുണ്ട്. അപ്പൊ നമുക്ക് എന്താണ് ചെയ്യേണ്ടത്? നമുക്കിപ്പോ പോകേണ്ടത് നമുക്ക് റൈറ്റ് ആണോ ലെഫ്റ്റ് ആണോ? റൈറ്റിലോട്ടാണ് പോകേണ്ടത്. അപ്പൊ നമ്മൾ ആ ഒരു ഭാഗം മാത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ മതി, നമ്മൾ പോവുക. കണ്ടില്ലേ, നമ്മളിപ്പോ ആ സൈഡിലൂടെ ചേർന്ന് വന്നോണ്ട് ആ സൈഡിലൂടെ തന്നെ നമ്മൾ അങ്ങോട്ട് പിടിക്കുക. കണ്ടില്ലേ, ഇപ്പൊ ആ ജംഗ്ഷനിൽ ചെല്ലുമ്പോൾ വീണ്ടും രണ്ടായിട്ട് തിരിയുന്നു. എങ്ങോട്ടാ പോകണ്ടേ? റൈറ്റ്. അപ്പൊ അവിടെ സിഗ്നൽ വീണ് കിടക്കുകയാണ്. നമ്മൾ അതനുസരിച്ച് തന്നെ എന്ത് ചെയ്താൽ മതി, നമ്മൾ ചെയ്യാനുള്ള കാര്യങ്ങൾ. ഞാനതെല്ലാം ആളിനോട് ആ ട്രിക്കുകളും ടിപ്സുകളും മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് എല്ലായിടത്തും ഒരുപോലെ തന്നെയാണ്. പലർക്കും നമുക്ക് തോന്നാം കയറ്റത്തൂടെ ഓടിക്കാൻ പഠിക്കണ്ടേ, അല്ലെന്നുണ്ടെങ്കിൽ ഇറക്കത്തൂടെ ഓടിക്കാൻ പഠിക്കണ്ടേ, അല്ലെ പിന്നെ വളവിനോട് ഓടിക്കാൻ പഠിക്കണ്ടേ, അല്ലെങ്കിൽ പ്രത്യേകിച്ച് ജംഗ്ഷനിൽ ഓടിക്കാൻ പഠിക്കണ്ടേ, അല്ലെങ്കിൽ വാഹനത്തിന് സൈഡ് കൊടുക്കാൻ പഠിക്കണ്ടേ, വീട്ടിൽ നിന്ന് എടുക്കാൻ പഠിക്കണ്ടേ, നിർത്താൻ പഠിക്കണ്ടേ എന്നൊക്കെ നമുക്ക് തോന്നാം. ഇപ്പൊ ഈ ഒരു വീഡിയോ കാണുന്ന ഒരു 90% ആൾക്കാർക്കും ഒരു സ്കൂട്ടിയെങ്കിലും ഓടിക്കാൻ അറിയാവുന്നതായിരിക്കും. ഞാനപ്പം ഒരു സംശയമായിട്ട് ചോദിക്കാം, ഈ സ്കൂട്ടി പ്രത്യേകമായിട്ട് കയറ്റത്തിന് എടുക്കാൻ പ്രത്യേകതയില്ല ഉണ്ടോ? അതുപോലെ തന്നെ ഇറക്കത്തിന് എടുക്കാൻ പ്രത്യേകതയില്ല ഉണ്ടോ? വീട്ടിൽ നിന്ന് എടുക്കാൻ പ്രത്യേകതയില്ല ഉണ്ടോ? ടൗണിൽ നിന്ന് എടുക്കാൻ പ്രത്യേകതയില്ല ഉണ്ടോ? ജംഗ്ഷനിൽ നിന്ന് എടുക്കാൻ പ്രത്യേകതയില്ല, തിരക്കിനകത്ത് ഓടിക്കാൻ പ്രത്യേകതയില്ല. അപ്പൊ എന്ന് പറഞ്ഞതുപോലെ കാറും നമ്മുടെ കൈയും കാറും കൊണ്ടാണ് വണ്ടി ഓടിക്കേണ്ടത്. അപ്പൊ ആ മിസ്റ്റേക്കുകൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇതെല്ലാം പ്രത്യേകമായിട്ട് നമുക്ക് തോന്നുന്നത് ഒരു പ്രത്യേകതയല്ലേ. പിന്നിടത്തൂടെ ഒന്നും ഓടിക്കണമെന്നില്ല, നമ്മൾ ഒരിടത്തൂടെ ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ, പലയിടത്തൂടെ ചെയ്യുന്നുള്ളൂ. ഇപ്പൊ നമുക്കൊരു വാഹനം ഇപ്പൊ ഒരു റോഡിലാണ് ഓടിക്കേണ്ടത്. ഒരു റോഡിൽ ഒരു വാഹനം ഓടിക്കുന്നത് ഈ ലോകത്തിന്റെ എവിടെയും റോഡിൽ കൂടെ തന്നെയാണ് വണ്ടി ഓടിക്കേണ്ടത്. അപ്പം ആ മിസ്റ്റേക്കുകൾ മനസ്സിലാക്കിയാണ് എന്ത് ചെയ്യുന്നത്, എല്ലാവരും വണ്ടി ഓടിക്കുന്നത്. അല്ലാതെ ഇപ്പൊ തിരുവനന്തപുരത്തെ ഒരാള് ഇവിടെ വന്നാൽ ഇവിടുത്തെ പ്രത്യേകത ഒന്നുമില്ല. കാരണം എവിടുന്ന് ഒരു വണ്ടി വന്നാലും ഈ തിരുവനന്തപുരത്ത് വരണമെന്നുണ്ടെങ്കിലും ഇവിടെ വന്ന് പ്രാക്ടീസ് ചെയ്തിട്ടല്ല ഇവിടെ വണ്ടി കൊണ്ട് വരുന്നത്. ആണോ? അല്ല, നമ്മളിപ്പോ അവിടെ ചെയ്യുന്നത് മാത്രം ഇവിടെയും വന്ന് ചെയ്യുന്നു. അപ്പം അവിടെ ചെയ്യേണ്ട കാര്യങ്ങൾ ഇവിടുത്തെ വണ്ടിയിലും അവിടുത്തെ വണ്ടിയിലും സെയിം തന്നെ. അതും അവിടെ മനുഷ്യന്റെ കൈ കൊണ്ടും കാര്യം കൊണ്ടും ചെയ്യണം, നമ്മുടെ ഇവിടെ മനുഷ്യന്റെ കൈ കൊണ്ടും കാര്യം കൊണ്ടും ചെയ്യണം. അപ്പം ചെയ്യേണ്ടിടത്ത് നമ്മുടെ കൈയും കാലും കൃത്യമായിട്ട് ചെയ്യേണ്ടതുപോലെ ചെയ്തു കഴിഞ്ഞാൽ എവിടെയും ഒരു വണ്ടി ഓടിക്കുന്നത് ഇന്നിടത്തൂടെ ഓടിച്ചാൽ ഡ്രൈവിംഗ് പഠിക്കാവൂ എന്നൊന്നും ഇല്ലുണ്ടോ? നമ്മുടെ തോന്നലുകളാണ്. എന്നോട് പലയിടത്തും പറഞ്ഞു നമുക്ക് ഇന്നിടത്തൂടെ പോയി പഠിക്കണം, ഇന്നിടത്തൂടെ ഓടിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് പഠിക്കാം എന്നൊക്കെയാണ് എന്നോട് പറഞ്ഞത്. പക്ഷെ നമുക്ക് അങ്ങനെ പോകണമെന്നുണ്ടോ? അങ്ങനെ പോയി ഒരിടത്തൊന്നും പഠിക്കണം. നമ്മൾ എന്താണോ ഒരിടത്തൂടെ ചെയ്യുന്നത് അത് മാത്രമേ ഉള്ളൂ എവിടെ. കാരണം നമ്മുടെ കൈയും കാലം കൊണ്ട് ചെല്ലേണ്ടത് കറക്റ്റായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ തന്നെ എന്ത് ചെയ്യാം, ഇതുപോലെ വണ്ടി ഓടിക്കുക. ഇപ്പൊ നമ്മളൊരു ഏകദേശം എത്ര കിലോമീറ്ററുള്ള വണ്ടി കൊണ്ട് വന്നിപ്പോ ഇപ്പൊ നമ്മൾ ഈ വീഡിയോ തുടങ്ങിയ പിന്നെ 15 കിലോമീറ്റർ. ഈ 15 കിലോമീറ്റർ കണ്ടില്ല, ഞാൻ ഇപ്പൊ ഇതുവരെ അങ്ങോട്ട് സ്റ്റിയറിംഗ് തിരി, ബ്രേക്ക് ചവിട്ട്, ആക്സിലേറ്റർ മാറ്, അല്ലെ ഗിയർ മാറ് എന്നൊന്നും ഞാൻ പറഞ്ഞോ? അപ്പൊ നമ്മൾ ആ ആളിന്റെ മിസ്റ്റേക്ക് മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലായിടത്തും ഒരേപോലെ മാത്രമേ ചെയ്യാനുള്ളൂ എന്ന് മനസ്സിലാക്കി ചെയ്തു കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാവുന്ന ഒരു കേസാണ് എന്ത്, ഡ്രൈവിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് വ്യക്തമായി മനസ്സിലാക്കി ഇതുപോലെ വീഡിയോസ് ഒക്കെ കാണുമ്പോൾ നല്ലൊരു കോൺഫിഡൻസ് കിട്ടുന്നുണ്ടെങ്കിലും തനിയെ വാഹനം ഓടിക്കാൻ പേടി. അത്യാവശ്യമായിട്ട് വാഹനം ഓടിച്ചാൽ കഴിയത്തുള്ളൂ. അല്ല പ്രായം നമുക്ക് ഇതിനകത്ത് പ്രശ്നമൊന്നുമല്ല. നിങ്ങൾക്ക് വാഹനം ഓടിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം.